നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആൻഡ് വാട്ട് ഡു ദേ ഫീൽ അബൌട്ട് യു റൈറ്റ് നൗ? ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്കുകൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും എത്ര ബുദ്ധിമുട്ടിയിട്ടും നിങ്ങൾ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ റിലേഷൻഷിപ്പ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആകണം. നിങ്ങൾ കുറച്ച് വിശാലമായ രീതിയിൽ ചിന്തിക്കണം. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ഒരുപാട് ലൈഫ് സിറ്റുവേഷൻസിലൂടെ അല്ലെങ്കിൽ ലൈഫ് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വരുന്നൊരു സമയമായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഓപ്പൺ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിണക്കങ്ങൾ വെച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ ഒരു ലോ എനർജി ഫീൽഡിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കാതിരിക്കുക. ഇത് ആ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകട്ടെ എന്ന് വെക്കുക. ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷിയെ തന്നെ നമ്മൾ കൈകളിൽ അത് എപ്പോഴും നമ്മുടെ കൈകളിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഒരുപാട് ബലം പ്രയോഗിച്ച് നമ്മുടെ കൈകളിൽ വെക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ചത്തുപോകും, അല്ലെങ്കിൽ അത് നമ്മളിൽ നിന്നും അകന്നു പോകും. അതുകൊണ്ട് റിലേഷൻഷിപ്പിനെ എപ്പോഴും നമ്മൾ ഒരു പക്ഷിയെ കൈകളിൽ വെച്ചിരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നമ്മുടെ കൈകളിൽ ഇരിക്കാനും നമ്മളോട് ഇണങ്ങി വരാനുമായിട്ടുള്ള ഒരു ടെൻഡൻസി ആ ഒരു പക്ഷിക്ക് ഉണ്ടാവും. ഇത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യേണ്ടതും. ഓക്കെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഉള്ളത് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി തിങ്ക് ചെയ്യുന്നത് നിങ്ങളുമായിട്ടൊരു റിയൽ ലൈഫാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കാൻ ആ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളുടെ കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ പിണങ്ങിയിരുന്നാൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, സ്പിരിച്വൽ കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. അത് നിങ്ങൾക്ക് പലപ്പോഴും രണ്ടുപേർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. മേക്ക് എ ചോയ്സ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരു ചോയ്സ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പല പല ഓപ്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. ഈ വ്യക്തിക്ക് ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കണം എന്ന് ആ വ്യക്തി ഇപ്പോൾ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും സപ്പോർട്ട്, ആ വ്യക്തി നിങ്ങളുടെ മെന്റൽ സപ്പോർട്ട് ഈ ഒരു സമയത്ത് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ വ്യക്തി തിങ്ക് ചെയ്യുന്നതും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട്, അതായത് ലൈഫ് സപ്പോർട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ. ആൻഡ് ദെൻ മിറർ സെൽഫ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്ത് ഫീൽ ചെയ്യുന്നോ അത് തന്നെയാണ് ഈ വ്യക്തിക്കും ഈ ഒരു സമയത്തുള്ള ഫീലിംഗ് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് അത് കഴിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് തവണ ഇനിഷ്യേറ്റീവ്സ് എടുത്തതായിട്ട് കാണുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കാർഡിലൂടെ വ്യക്തമായത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്പേസ് കൊടുക്കുക, കുറച്ച് ടൈം കൊടുക്കുക. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ. ഷുവറായിട്ടും കുറച്ച് പേരെങ്കിലും ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്, ഈ ട്വിൻ ഫ്ലെയിം സെപ്പറേഷനിലാണെന്ന് വീണ്ടും അവിടെ വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സമയം, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് മനസ്സിലാക്കുകയാണ്. ട്രസ്റ്റ്. നിങ്ങൾക്ക് ഇടയിൽ വളരെയധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ മാറ്റി വെക്കേണ്ട കാര്യമാണ്. മേ ബി നിങ്ങൾക്കായിരിക്കാം ഈ ഒരു പ്രശ്നം എപ്പോഴും ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ. നത്തിങ് ടു വറി അബൌട്ട്. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു സാഹചര്യമില്ല.
ആ വ്യക്തി വളരെ സ്ട്രഗിൾ ചെയ്ത് ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരിക്കാം. യെസ്, പേ അറ്റൻഷൻ ടു ദ സയൻസ്. നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് കിട്ടുന്നുണ്ടായിരിക്കാം, യൂണിവേഴ്സൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം, ഏഞ്ചൽ നമ്പേഴ്സ്, ബട്ടർഫ്ലൈസ്, വൈറ്റ് ഫെതേഴ്സ്, വൈറ്റ് ബട്ടർഫ്ലൈസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സൈനാണ്. വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും അത് ചേഞ്ച് ആവും. ആ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം യൂണിവേഴ്സായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ്. മെറ്റാമോർഫോസിസ്, ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. യെസ്, തീർച്ചയായിട്ടും ഇൻഫാക്ച്വേഷൻ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ലവ് ആണ് നിങ്ങളോടുള്ളത്. യെസ്, പ്രപ്പോസിങ്, ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സിംഗിൾസ് ആണ് വാച്ച് ചെയ്യുന്നത് എങ്കിൽ പോലും അവരുടെ ലൈഫിൽ വളരെ വെരി സൂൺ അവരുടെ ലൈഫിലേക്ക് ഈ വ്യക്തി തിരികെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു ന്യൂ ബിഗിനിങ് അവരുടെ ലൈഫിൽ വരുന്നതാണ്. അഡിക്റ്റഡ്, ഈ പേഴ്സൺ നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ്. ഭയങ്കരമായിട്ട് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാണ്ട് ആ വ്യക്തിയുടെ ലൈഫ്, യെസ്, ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി റെഡി അല്ല. ആ വ്യക്തി മെന്റലി പല കാര്യങ്ങളിലും എന്താണ് വളരെ തകർന്നൊരു സിറ്റുവേഷനിലായിരിക്കാം. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സ്ട്രഗിൾ മൈൻഡായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ട്രൂ ലവ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പേഴ്സണെ വിശ്വസിക്കാം. ഈ വ്യക്തി നിങ്ങളോട് പുലർത്തുന്നത് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ലവ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് വളരെ ട്രൂ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഓപ്പൺ യുവർ ഹാർട്ട്. യെസ്, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം അടച്ചു വെച്ച് എന്താണ്, നിങ്ങളുടെ മനസ്സുകൊണ്ടാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൃദയം പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ മനസ്സ് പലതും നിങ്ങൾക്ക് പറയുന്നുണ്ടാവും, ആ വ്യക്തി നല്ലതല്ല, ആ വ്യക്തി എന്നെ വിട്ടിട്ട് പോയി, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ മനസ്സ് നിങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ഹൃദയം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് യു ഓപ്പൺ യുവർ ഹാർട്ട് ടു ആക്സെപ്റ്റ് ദ ട്രൂ ലവ്.